പെരുന്നാൾ പ്രദക്ഷിണത്തിന് എത്ര സ്ലീബ വേണം? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്ന പോലെ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ മാതാവിൻ്റെ വാങ്ങിപ്പുമായി ബന്ധപ്പെട്ട നൊയമ്പും അതിനുശേഷം പെരുന്നാളുമാണ്. സെപ്റ്റംബറിലും പല പള്ളികളിലും മാതാവിൻ്റെ പെരുന്നാൾ ആചരിക്കാറുണ്ട്. സഭ വിലക്കാത്തിടത്തോളം കാലം അനുവാദം തന്നിട്ടില്ലെങ്കിലും അതും നമ്മളൊക്കെ ആചരിക്കാറുമുണ്ട്. മാതാവിൻ്റെ നാമത്തിലുള്ള പെരുന്നാളുകൾ ശക്തമായി ആചരിക്കുന്ന സമൂഹമാണ് ഓർത്തഡോക്സ് സഭ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേവാലയമുള്ളത് മാതാവിൻ്റെ നാമത്തിലാണ്. മാതാവിൻ്റെ നാമത്തിൽ പ്രധാന ത്രോണോസ് ഇല്ലെങ്കിൽ സാധാരണയായി എല്ലാ പള്ളികളിലും മാതാവിൻ്റെ പെരുന്നാൾ ആചരിക്കാറുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിലുള്ളതല്ലെങ്കിലും നമ്മളെവിടുന്നോ കടമെടുത്തതെന്ന് പരിശുദ്ധ പിതാവ് ബാബാ തിരുമനസ് കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ള മൂന്നുമ്മേൽ കുർബാനയൊക്കെ നടത്തുമ്പോഴും ഇടത്തെ ത്രോണോസ് മാതാവിൻ്റെ നാമത്തിലായിരിക്കും. അങ്ങനെയാണ് അത് ക്രമീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ പള്ളിയിലും മാതാവിൻ്റെ പെരുന്നാൾ നടത്താറുണ്ട്. പിന്നെ വ്യക്തിഗതമായി അമ്മ, മാതാവ് എന്നുള്ള വാക്ക് നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നതായതുകൊണ്ട് മാതാവിൻ്റെ പെരുന്നാളിന് പ്രാധാന്യം കൂടുതലുമാണ്. സെൻറ്റിമെൻ്റൽ വാക്കുകളാണ് അമ്മ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ പെരുന്നാളിന് ഇച്ചിരൂടെ ഹൃദയപൂർവമായ ബന്ധം കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇടവകളിലൊക്കെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണമുണ്ട്. ആവർത്തിച്ച് പറയുന്ന പോലെ റാസ അല്ല, മലങ്കര സഭയ്ക്ക് പ്രദക്ഷിണമാണ്. ഇത് ചില വൈദികരും, അത് മതി, മേളിലോട്ട് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ, ചില വൈദികരും അവൈദികരും ഒക്കെ ഇത് പറയുന്നത് കേൾക്കുമ്പം, റാസ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. അതിന് ഞാനായിട്ട് ബുദ്ധിമുട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇത് ശരിയായിട്ട് പോകണമെന്നുള്ള ആഗ്രഹം വേണ്ടത് ആർക്കാണോ അവർക്കില്ലെങ്കിൽ പിന്നെ നമ്മളിത് പറയാനേ പറ്റുള്ളൂ. ഇത് അങ്ങനെ നടത്തുമ്പം, പ്രദക്ഷിണം നടത്തുമ്പം കുരിശ് കൊണ്ടുവരാറുണ്ട്. ഞാനിരുന്ന ഒരു പള്ളിയിൽ എനിക്കറിയാം, അവിടെ ഏതാണ്ട് 150 കുരിശിന് മുകളിലുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു കയ്യിൽ കുരിശും ഒരു കയ്യിൽ മെഴുകുതിരിയും കൊടുത്താണ് വിടുന്നത്. പിന്നെ വേറൊരു പള്ളിയിൽ വലിയ 12 കുരിശുണ്ട്. 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നതാണെന്നാണ് അവിടുത്തെ അന്നത്തെ വികാരിയച്ഛൻ പഠിപ്പിച്ചത്. അത് ശുശ്രൂഷകുപ്പായിട്ട ശുശ്രൂഷകർ പിടിക്കും. പിന്നെ ചില പള്ളികളിൽ നമുക്കറിയാം, ഏറ്റവും മുമ്പിൽ ഒരു മെറ്റൽ ക്രോസ്, അത് സ്റ്റീലിൻ്റെ ആയിരിക്കാം, വെള്ളിയുടെ ആയിരിക്കാം, സ്വർണത്തിൻ്റെ ആയിരിക്കാം, എനിക്കറിയില്ല. മെറ്റൽ ക്രോസ് പിടിക്കും. അതിൻ്റെ പിന്നാലെ ആണ് വിശ്വാസികൾ പ്രദക്ഷിണത്തിന് പങ്കെടുക്കുന്നത്. ഞാൻ അവിടെയാണ് പറയാൻ വന്നത്, ഇപ്പോഴും നമുക്കെല്ലാം നേർച്ചകൾ നേരാൻ എളുപ്പമാണ്. നേർച്ചകൾ ഒരിക്കലും ഏതെങ്കിലും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി 10 രൂപ കൊടുക്കുന്ന നേർച്ച നമ്മളാരും നേരാറില്ല. നമ്മളെ സംബന്ധിച്ചോളം നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയത്തിന് പള്ളിയിൽ 10 കുരിശിരിക്കുമ്പോൾ 11ാമത്തെ കുരിശ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് നേർച്ച എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരുത്തും പള്ളി കിടപ്പുണ്ട്, അവൻ്റെ വിഷയം നമ്മുടെ വിഷയമല്ല. പോട്ടെ, അത് മറ്റൊരു വിഷയമായിട്ട് പറയാം. എങ്കിലും നേർച്ച കൊടുക്കാൻ നമുക്ക് ആഗ്രഹവുമുണ്ട്. അങ്ങനെ നേർച്ച കൊടുക്കാൻ വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ വലിയ നേർച്ചകൾ പറയും. ഉദാഹരണം, സ്വർണ്ണ കൊടിമരം, ഇതുപോലെ മെറ്റൽ ക്രോസ് ഒക്കെ കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കും. ദൈവാനുഗ്രഹം, പ്രാർത്ഥനാ ജീവിതം കൊണ്ടുമൊക്കെ അത് നേടിയെടുക്കുന്നുവെങ്കിൽ ഇത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പല പള്ളികളിൽ ഇപ്പം 8ഉം 10ഉം മെറ്റൽ ക്രോസ് ഇരിപ്പുണ്ട്. ഇതെല്ലാം പെരുന്നാൾ പ്രദക്ഷിണത്തിന് എടുക്കണം എന്നാണ് നമ്മുടെയൊക്കെ ചിന്തയിലിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ പള്ളിയിൽ ആളുകളില്ലെങ്കിൽ ബംഗാളികളെ നമ്മൾ എടുക്കാനും വിളിക്കാനും, ഞാൻ ബംഗാളി എന്ന് ഉദ്ദേശിച്ചത് ആ ദേശക്കാരെ മാത്രമല്ല, ആളുകൾ നമ്മുടെ പള്ളിയിൽ അല്ലാത്തവരെ കൊണ്ട് നമ്മൾ എടുക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പം അതൊരു നിർബന്ധമാണ് എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, അടിവരയിട്ട് പറയട്ടെ, ഇത് അടയാളമാണ്.
ഇത് അടയാളമാണ്. ആ അടയാളം തിരിച്ചറിയണമെങ്കിൽ അത് അടയാളമായി നിലനിൽക്കണം. ഇതെല്ലാവരുടെയും കയ്യിലേക്ക് വ്യാപിക്കാനും എല്ലാവരുടെയും കയ്യിലേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല. നിങ്ങൾക്കറിയാം, മേൽപ്പട്ടക്കാർ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പം പരിശുദ്ധ സ്ലീബ പിടിച്ച് ആശീർവാദം നൽകും. അത് വൈദികർക്ക് അനുവാദമല്ല. എന്താ വൈദികർ കൈമുത്താൻ നേരം സന്ധ്യാനമസ്കാരത്തിന് സ്ലീബ പിടിച്ചല്ലേ കൈമുത്തിക്കുന്നത്? ഇതിനെന്തേ അത്? അപ്പോൾ അതൊരു അടയാളമാണ്. ആ അടയാളമായി നിൽക്കണമെങ്കിൽ ഏറ്റവും മുമ്പിൽ മാത്രം അത് പിടിക്കുന്ന രീതിയാണ് ഉള്ളത്. ആരെയൊക്കെ നമുക്ക് തിരുത്താൻ കഴിയും എനിക്കറിയില്ല. ഏറ്റവും മുമ്പിൽ പരിശുദ്ധ സ്ലീബ, ഇരുവശങ്ങളിലും മെഴുകുതിരി. പരിശുദ്ധ സ്ലീബ പിടിക്കുമ്പോഴൊക്കെ തന്നെ ആ മെഴുകുതിരിയുടെ സാന്നിധ്യം ഉണ്ട്, അതിൻ്റെ സാങ്ക്ടിറ്റി സൂചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആ പരിശുദ്ധ സ്ലീബ പിടിച്ച് മുമ്പോട്ട് പോവുക. അതിനിടയിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം യാത്ര ചെയ്യാനുള്ള പ്രായോഗികമായ ഉപകരണമായ മെഴുകുതിരിയോ വിശുദ്ധിയുടെ അടയാളമായ മെഴുകുതിരിയോ പിടിച്ചുകൊണ്ട് ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക പ്രാർത്ഥനയോടെ എന്നുള്ളതിലുപരിയായി. എനിക്കറിയില്ല, ചില പള്ളികളിലൊക്കെ 10ഉം 30ഉം നെറ്റൽ ക്രോസുകൾ പിടിച്ചു വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചില പള്ളികളിലെ റീൽസ് കാണുമ്പോൾ അതിനകത്ത് കാണാം. നടുക്കത്തെ ചുമന്ന വിരിയിൽ കുരിശുകളിങ്ങനെ അടുക്കി വെച്ചേക്കും. അത് ഞാനൊരു പള്ളിയുടെയും പേര് പറയാൻ പോയ നാളെ അത് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടും സ്വയം തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ഇവിടുത്തെ ജനസമൂഹം എന്നുള്ളതുകൊണ്ടും അത് കണ്ടെത്തുവാനും നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് ഒഴിവാക്കാനും കഴിയട്ടെ. കച്ചവടക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അവർക്കിത് പഠിപ്പിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ആളുകൾ ഇല്ല പറഞ്ഞ പോലെ അതും കൂടെ ഉണ്ടെങ്കിൽ അത്ര അനുഗ്രഹമാണെങ്കിൽ അതുകൂടി ഇരിക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ കുരിശും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിനെത്രമാത്രം അടയാളമായി മാറുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കാൻ ഇടയാകട്ടെ. എന്ത് പറഞ്ഞാലും അത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. അതിനെ സ്വീകരിക്കാൻ കഴിയട്ടെ. അല്ല, ഇതിനെയൊക്കെ കുറ്റപ്പെടുത്താനാണ്, ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ വർഷങ്ങളായി, ഞങ്ങൾ ഒത്തിരി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, തിരുമേനിമാരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ സഭയുടെ വിശ്വാസം മാത്രമാണ് പഠിപ്പിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.